ഹലോ! അങ്ങനെ ഐ.പി.എല്ലില് നമ്മുടെ ചെക്കൻ തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സഞ്ജു സാംസൺ. അത് വെറും ഒരു തിരിച്ചുവരവല്ല. ഇന്നലെ എന്താ പറയുന്ന ഒരു തകർപ്പൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് തന്നെ പുള്ളി ഐ.പി.എല്ലിലെ 4ാമത്തെ മത്സരത്തിൽ ഫോമിലേക്ക് സി.എസ്.കെയുടെ 4ാമത്തെ മത്സരത്തിൽ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ആര് വന്ന് കളിച്ചു കഴിഞ്ഞാലും ഉടനെ മൊത്തത്തിലൊരു പരക്കെ ഒരു വാർത്ത നമുക്ക് കേൾക്കാം. സഞ്ജുവിനെ മാറ്റിയിട്ട് അവനെ കളിപ്പിക്കണം, ഇവനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കളിപ്പിക്കണം, സഞ്ജുവിനെ മാറ്റിയിട്ട് അങ്ങനെ കുറേ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന മാറ്റമൊന്നുമല്ല, നമ്മുടെ സെൻസേഷണൽ ബാറ്റർ വൈഭവ് സൂര്യവംശി. പുള്ളി ഓക്കെ, നോ ഹെയ്റ്റ് ഫോർ ഹിം. പുള്ളി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ മാത്രം സ്കോർസ് റൺസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഐ.പി.എല്ലിൽ ആദ്യത്തെ രാജസ്ഥാൻ്റെ 3 മത്സരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും 4 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി സ്കോർ ചെയ്യുകയാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പയ്യെ പടിപടിയായി ആദ്യത്തെ 15 നേടി, ഈ സീസണിൽ ആദ്യത്തെ 15 നേടി പുള്ളി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി ബാറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ T20യിലേക്ക് തിരികെ കൊണ്ടുവരണം, T20യിലേക്ക് പുള്ളിക്ക് വിളിക്കണം, T20 മെയിൻ ടീമിലേക്ക്, ഇന്ത്യൻ ടീമിലേക്ക്. അപ്പം അങ്ങനെ വിളിക്കുമ്പോഴത്തേന് ആരെ റീപ്ലേസ് ചെയ്യണം? അഭിഷേകിനെ ഒന്നുമല്ല, റീപ്ലേസ് ചെയ്യേണ്ട ആൾ നമ്മുടെ സഞ്ജുവാണ്. അങ്ങനെയാണ് മൊത്തത്തിലൊരു ക്രിക്കറ്റ് ഫ്രറ്റേണിറ്റിയിൽ നമുക്ക് ആ ഒരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം സഞ്ജുവിനെ നമ്മൾ വേൾഡ് കപ്പ് നേടിയ സമയത്ത് ഒത്തിരി ആൾക്കാരൊക്കെ സഞ്ജുവിനെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു, പുള്ളിയെ ഹെയ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിയെ പറ്റി ഒരു ഹെയ്റ്റ് കമൻസും ഹെയ്റ്റ് ക്യാമ്പയിൻസും ഒക്കെ നടത്തിയ മുൻ ഇന്ത്യൻ കളിക്കാരും ഇൻ്റർനാഷണൽസും കമൻറ്റേഴ്സും ഒക്കെ ആ ടൈമിൽ സഞ്ജുവിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് വന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്കറിയാം സഞ്ജു കൺസെക്യൂട്ടീവായിട്ട് ആദ്യത്തെ 3 കളി CSKക്ക് വേണ്ടി റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ തന്നെ വീണ്ടും പുള്ളിക്കെതിരെ വാളോങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജുവിന് മക്കളെ ഈ സിറ്റുവേഷനൊന്നും ഒരു പുത്തരിയല്ല. പുള്ളി കളിച്ച് വളർന്നതും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ഡു ഓർ ഡേ അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അതിൽ കുറച്ചെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ CSKയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. പുള്ളി ഇന്നലത്തെ കളിയിലൊക്കെ പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിയുടെ ആ കണ്ണിലും പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടിയാണ് പുള്ളി കളിച്ചു തുടങ്ങിയത്. ഇതിന് മുന്നേയുള്ള കളികളിലൊന്നും നമുക്കത് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് പുള്ളി CSKയുമായിട്ട് അത്രയും ഒരു സെറ്റായി കഴിഞ്ഞു. ഇനി പുള്ളി വരുന്ന ഇന്നിങ്സുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രഷർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇച്ചിരി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലത്തെ കളിയാണെങ്കിലും പുള്ളി വളരെ എഫർട്ട്ലെസ്ലി ആയിട്ടാണ് കളിച്ചു തുടങ്ങിയത്. കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ പോലെ തോന്നിയെങ്കിലും, അതായത് 52 എണ്ണത്തപ്പം പുള്ളിക്കൊരു ലൈഫ് കിട്ടി എന്ന് കഴിഞ്ഞാലും പുള്ളി അതിനെ മാക്സിമം നന്നായിട്ട് തന്നെ മുതലാക്കി 150 നോട്ട് ഔട്ട്, അതും ഈ IPL സീസണിലെ ആദ്യത്തെ സെഞ്ചുറി. ഞാൻ വീണ്ടും പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളി സെഞ്ചുറി എനിക്ക് തോന്നുന്നത് ഇത് 4ാമത്തെ തവണയാണെന്ന് തോന്നുന്നു പുള്ളി IPLലെ ടൂർണമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെഞ്ചുറി മാർക്ക് ചെയ്യുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും പുള്ളി തിരിച്ചു വരും എന്നെല്ലാവരും പറഞ്ഞു, തിരിച്ചു വന്നു. ഇനി പുള്ളി നമുക്ക് വേൾഡ് കപ്പ് നേടിത്തന്നു. ഈ IPL എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ആസ്വദിച്ച് കളിക്കാനുള്ള ടൂർണമെൻറ്റ്. ലെറ്റ് ഇറ്റ് ബി, പുള്ളി ആസ്വദിച്ച് കളിക്കട്ടെ, അതിൻ്റെ ഒരു ഔട്ട്കം വരട്ടെ. ചിലപ്പോൾ ഓറഞ്ച് ക്യാപ്പ് കിട്ടും, പറയാൻ പറ്റത്തില്ല. ചിലപ്പം ടോപ്പ് ഓർഡറിൽ തന്നെ വരും. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ടുള്ള പുള്ളിയുടെ ഒരു യാത്ര പോകുന്നത്, അല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെ അവസാനം എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, സഞ്ജു ഇതിലും വലിയ സിറ്റുവേഷനിൽ കളിച്ചു വളർന്നൊരു മനുഷ്യനാണ്. മക്കളെ, നിങ്ങളാരും പുള്ളിയെ അളക്കാൻ നിൽക്കരുത്. പുള്ളി കളിക്കട്ടെ, സെഞ്ചുറികൾ അടിക്കട്ടെ. CSK കപ്പ് നേടുമോ ഇല്ലയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സഞ്ജു തകർത്തു വരും. എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.